ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം, വരാനിരിക്കുന്ന CDS എക്സാമിനേഷന് ഇനിയിപ്പോൾ 60 ദിവസമേ ഉള്ളൂ. 60 ദിവസമല്ല, ഒരു 13 ദിവസം കൂടിയുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ ഒരു 60 ദിവസത്തെ സ്റ്റഡി ഷെഡ്യൂൾ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ ദ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമുക്ക് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്? അതായത് നമുക്ക് ഇനിയിപ്പോൾ 60 ദിവസമാണുള്ളത്. ഒരു ദിവസം മാക്സിമം എന്ത് ചെയ്യുക, മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. എല്ലാ സബ്ജക്ട്സും എല്ലാ ദിവസവും കവർ ചെയ്യുക. പിന്നെ എന്താണ്, കൺസിസ്റ്റന്റ് ആയിട്ടിരുന്ന് പഠിക്കുക. ഇനിയിപ്പോ നമുക്ക് വേസ്റ്റ് ആക്കാനായിട്ട് ടൈമേ ഇല്ല, ആകെ 60 ദിവസമേ ഉള്ളൂ. സോ എന്ത് ചെയ്യുക, ഈ 60 ദിവസവും നല്ല രീതിക്ക് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്? ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്, പൊളിറ്റി, ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, GK ആൻഡ് ഡിഫൻസ്, സയൻസിനകത്ത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ഇത്രയും സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഇനിയിപ്പോ OTA ആണെങ്കിൽ എന്ത് ചെയ്യാണ്, നമുക്ക് മാത്സ് ഒഴിവാക്കാം, ബാക്കിയുള്ള സബ്ജക്ട്സ് പഠിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പൊ ഡെയിലി എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ കൊടുക്കുക, മാത്സിനും 1 മണിക്കൂർ, പൊളിറ്റിക്ക് ഒരു 45 മിനിറ്റ് കൊടുക്കുക, ഹിസ്റ്ററിക്കും സെയിം 45 മിനിറ്റ് തന്നെ, ജോഗ്രഫി പഠിക്കാനായിട്ടും 45 മിനിറ്റ്, എക്കണോമിക്സ് പഠിക്കാനായിട്ടും ഒരു 45 മിനിറ്റ് എടുക്കുക. പിന്നെ GK ആൻഡ് ഡിഫൻസ്, ഇത് രണ്ടും പഠിക്കാനായിട്ട് ഒരു 45 മിനിറ്റ് എടുക്കുക. പിന്നെ സയൻസ്, അതായത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് പഠിക്കാനായിട്ട് ഡെയിലി എന്ത് ചെയ്യുക, ഒരു 1.5 മണിക്കൂർ ടൈം ഈ സയൻസ് മാത്രം പഠിക്കാനായിട്ട് വെക്കുക. കാരണം അറിയാം, സയൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് സബ്ജക്ട്സ് ആണ്. നമുക്ക് സയൻസ് CDS എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ എന്ത് ചെയ്യുക, അത് പഠിക്കാനായിട്ട് മൂന്ന് സബ്ജക്ട്സ് ഉണ്ട്. അതായത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഉണ്ട്. ഇത് മൂന്നും പഠിക്കാനായിട്ട് എന്ത് ചെയ്യുക, ഒരു 1.5 മണിക്കൂർ ഒരു ദിവസം മാറ്റി വെക്കുക. പിന്നെ എന്താണ്, ഒരു റിവിഷൻ അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ്, ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു 30 മിനിറ്റ് മാറ്റി വെക്കുക. അങ്ങനെ ഒരു 7.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ എന്ത് ചെയ്യുക, മിനിമം പഠിച്ചു പോവുക. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഈ 60 ദിവസം കൊണ്ട് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. 60 ദിവസം എന്ന് പറയുമ്പോൾ ടൈം ഇല്ലാതെ ഞാൻ പറയുന്നില്ല, എന്നാൽ നമുക്ക് അധികം ടൈം ഉണ്ടെന്നും പറയുന്നില്ല. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു 60% അല്ലെങ്കിൽ ഒരു 80% എങ്കിലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ എന്ത് ചെയ്യുക, നല്ല രീതിക്ക് പഠിച്ചു പോവുക. ഒന്നുകൂടി പറയാം, ഇംഗ്ലീഷ് എന്ത് ചെയ്യുക, ഒരു മണിക്കൂർ പഠിക്കുക, മാത്സും ഒരു മണിക്കൂർ പഠിക്കുക, പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഈ സബ്ജക്ട്സ് എല്ലാം പഠിക്കാനായിട്ട് എന്ത് ചെയ്യുക, ഒരു 45 മിനിറ്റ് വീതം മാറ്റി വെക്കുക. അതുപോലെ GK ഉണ്ട്, പിന്നെ നമുക്ക് ഡിഫൻസ് പഠിക്കാനുണ്ട്. ഇത് രണ്ടും പഠിക്കാനായിട്ട് എന്ത് ചെയ്യുക, ഒരു 45 മിനിറ്റ് മാറ്റി വെക്കുക. പിന്നെ സയൻസ്, അതായത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ഈ 3 സബ്ജക്ട്സ് പഠിക്കാനായിട്ട് ഒരു 1.5 മണിക്കൂർ എന്ത് ചെയ്യുക, ഒരു ദിവസത്തില് മാറ്റി വെക്കുക. പിന്നെ ഒരു ഡെയിലി റിവിഷൻ നടത്തുക. ഞാൻ പിന്നെ ഇതിൽ ആഡ് ആക്കാൻ മറന്ന ഒരു കാര്യമുണ്ട്, കറണ്ട് അഫയേഴ്സ്. ഡെയിലി എന്ത് ചെയ്യുക, ഒരു 1/2 മണിക്കൂർ കൊണ്ട് കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യുക. ഓക്കെ, ഒരു 6 മാസത്തെങ്കിലും കറണ്ട് അഫയേഴ്സ് പഠിച്ചു വെക്കുക. അത് എക്സാമിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, ഇനി ഒരു വീക്ക്ലി പ്ലാൻ നോക്കാം. അതായത് മൺഡേ ടു സാറ്റർഡേ എന്ത് ചെയ്യണം, നമ്മുടെ ഡെയിലി ഒരു സബ്ജക്ട് ഷെഡ്യൂൾ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, അത് ഫോളോ ചെയ്യണം. പിന്നെന്താണ്, സൺഡേയില് എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ നടത്തുക. പിന്നെ എന്താണ്, റിവിഷൻ നടത്തുക. എന്നിട്ട് ഏതെങ്കിലും വീക്ക് ഏരിയാസ് ഉണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്ത് അതും പഠിക്കുക. പിന്നെ എന്താണ്, ഡിഫൻസ് ന്യൂസ് അല്ലെങ്കിൽ മാഗസീൻസ് ഒക്കെ വായിക്കാനായിട്ട് ടൈം ഉണ്ടെങ്കിൽ അതും വായിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. മൺഡേ ടു സാറ്റർഡേ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡെയിലി സബ്ജക്ട് ഷെഡ്യൂൾ നമ്മൾ ഫോളോ ചെയ്യുന്നു. ഇനിയിപ്പോ സൺഡേ വരുമ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ടൈമിൽ നമ്മൾ മോക്ക് ടെസ്റ്റിനും റിവിഷനും വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു. ഓക്കെ, ഇതാണ് വീക്ക്ലി പ്ലാൻ. ഇനി കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. എന്ത് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ടിരുന്ന് പഠിക്കുക. അതിപ്പോ ഒരു ദിവസം പഠിക്കുക, അല്ലെ ഒരു ദിവസം ഒരു 13 മണിക്കൂർ ഇരുന്ന് പഠിച്ചു എന്നിട്ട് ഒരു 2-3 ദിവസം പഠിക്കാതിരിക്കുന്നതിനേക്കാളും ബെറ്റർ എന്ത് ചെയ്യുക, ഓരോ ദിവസം ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 7.5 മണിക്കൂർ എടുത്ത് പഠിച്ചു പോകുന്നതാണ്. പക്ഷെ എന്താണേലും കൺസിസ്റ്റൻസി അത് മെയിൻറ്റെയിൻ ചെയ്യുക. എല്ലാ ദിവസവും എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഇനിയിപ്പോ വേസ്റ്റ് ആക്കാനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ഇനിയിപ്പോ ഒരു ദിവസം പഠിക്കണ്ട എന്നോർത്തിരിക്കാനായിട്ട് ടൈമില്ല. 60 ദിവസമേ ഉള്ളൂ. പിന്നെ ഒരു 13 ദിവസം ഉണ്ട്. ആ ഒരു ടൈമിൽ മാക്സിമം എന്ത് ചെയ്യുക, കംപ്ലീറ്റ് റിവിഷൻ മാത്രം നടത്തുക. ഓക്കെ, റിവിഷൻ നടത്തുക. പിന്നെന്താണ്, സൺഡേയിൽ റിവിഷൻ നടത്തുക. അതുപോലെ തന്നെ ആ ഒരു 13 ദിവസവും എന്ത് ചെയ്യുക, നമ്മൾ റിവിഷൻ മാത്രം നടത്തുക. എല്ലാ സബ്ജക്ട്സും ഡെയിലി പഠിച്ചു പോവുക. അല്ലാണ്ട് ഓരോ സബ്ജക്ട് വീതം പഠിക്കാനുള്ള ടൈം ഇല്ല. ഓക്കെ, അങ്ങനെ പഠിക്കേണ്ടവർക്ക് അങ്ങനെ പഠിക്കാം. ഓക്കെ, ടൈം ഡിവൈഡ് ചെയ്തിട്ട്. പക്ഷെ എന്ത് ചെയ്യുക, അല്ലാണ്ട് ഡെയിലി എല്ലാ സബ്ജക്ട്സും പഠിച്ചു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, അതുപോലെ എന്താണ് കറണ്ട് അഫയേഴ്സ്, ഇതൊക്കെ എന്ത് ചെയ്യുക, കുറച്ച് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെന്താണ് ഫ്ലാഷ് കാർഡ്സ്, ക്യുക്ക് റിവിഷൻ, ഇതൊക്കെ നടത്തുക. ഇത്രേ ഉള്ളൂ. ക്യുക്ക് റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. സോ എന്ത് ചെയ്യുക, നല്ല രീതിക്ക്
പഠിച്ചു പോവുക. ഇനിയിപ്പോ റിസോഴ്സസ് ഞാൻ പറഞ്ഞുതരാം. NCERT അതായത് ബേസിക്സ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ ഇപ്പം നമുക്ക് ഓക്കെ നല്ല രീതിക്ക് അറിയാവുന്ന സബ്ജക്റ്റിന് എന്ത് പഠിക്കേണ്ട NCERT പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ ബേസിക്സ് ക്ലിയർ അല്ല എന്നുള്ള സബ്ജക്ട്സിന്റെ ഒക്കെ എന്ത് ചെയ്യുക, NCERT നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഒരു 6ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് നോക്കുക. പിന്നെന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. CDSന്റെ PYQs നോക്കുക, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് ഏത് പാറ്റേണിലാണ് എക്സാം വരുന്നത്, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് PYQs ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. സോ എന്ത് ചെയ്യുക, PYQs മറക്കാണ്ട് നോക്കുക. UPSC അതായത് www.upsc.gov.in എന്ന് പറയുന്ന UPSCയുടെ സൈറ്റിൽ എന്തുണ്ട്, PYQs ഉണ്ട്, അതുപോലെ ആൻസർ കീസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊക്കെ നോക്കുക. മറക്കാണ്ട് എന്ത് ചെയ്യുക, PYQs നോക്കുക. മറക്കാണ്ടെന്നല്ല, മസ്റ്റ് ആയിട്ടും നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ടോപ്പിക് പഠിച്ചു, അതിൽ PYQ എടുക്കുക, ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കുക. പിന്നെന്താണ്, കറണ്ട് അഫയേഴ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു 6 മാസത്തെ എങ്കിലും കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യുക, പഠിച്ച് വെച്ചിരിക്കുക. ഏറ്റവും കുറഞ്ഞത് ഒരു 6 മാസത്തെ, ഒരു വർഷത്തെ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷെ എന്ത് ചെയ്യുക, ഏറ്റവും കുറഞ്ഞത് ഒരു 6 മാസത്തെ എങ്കിലും കറണ്ട് അഫയേഴ്സ് പഠിച്ചു വെക്കുക. പിന്നെ മോക്ക് ടെസ്റ്റുകൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മൺഡേ ടു ഫ്രൈഡേ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡെയിലി ഷെഡ്യൂൾ ഫോളോ ചെയ്യുന്നു. പക്ഷെ സാറ്റർഡേ സൺഡേ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റുകളും റിവിഷനും നടത്തുക. റിവിഷൻ നടത്തിയിട്ട് വീക്ക് ഡേയ്സ് ഏതാണോ ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക, വീണ്ടും പഠിക്കുക. പിന്നെ നോട്ട്സ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, എന്നെ കോൺടാക്ട് ചെയ്യുക. വളരെ അഫോർഡബിൾ ആയ റേറ്റിൽ നമ്മൾ നോട്ട്സ് കൊടുക്കുന്നുണ്ട്. സോ അത് വേണമെന്നുള്ളവരെ ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതിയാവും. ഇനിയിപ്പോൾ ലാസ്റ്റത്തെ ഒരു 2 ആഴ്ച, അതായത് നമ്മുടെ ഏതാണ്, സെപ്റ്റംബർ, ഓക്കെ, അതെ, സെപ്റ്റംബറിലാണ് എക്സാം വരുന്നത്. സെപ്റ്റംബർ 14ാം തീയതിയാണ് എക്സാം വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു 2 ആഴ്ചത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്, മോക്ക് ടെസ്റ്റുകളാണ്. ഡെയിലി എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടേ ഇരിക്കുക. പുതിയ ടോപ്പിക്സ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ അങ്ങനെ പഠിച്ചാലും എന്താ, അത് ഓർത്തിരിക്കാൻ പോകുന്നില്ല. പിന്നെ പഴയത് പഠിച്ചത് മറന്നു പോകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. സോ എന്ത് ചെയ്യുക, റിവിഷൻ മാത്രം നടത്തുക. മോക്ക് ടെസ്റ്റുകളും റിവിഷനും മാത്രം നടത്തിയാൽ മതി. എന്ത് ചെയ്യുന്നത്, ഈ 2 ആഴ്ച ചെയ്താൽ മതി. ഇതുപോലെ എന്ത് ചെയ്യുക, ടൈം മാനേജ്മെന്റിൽ കുറച്ച് ഫോക്കസ് ചെയ്യുക. ഓക്കെ, നോട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക, റിവിഷൻ നടത്തുക. പിന്നെന്താണ്, ടൈം മാനേജ്മെന്റ് ശ്രദ്ധിക്കുക. പിന്നെന്താണ്, മോക്ക് ടെസ്റ്റുകൾ നടത്തുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി ഈ ലാസ്റ്റത്തെ 2 ആഴ്ച. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. സോ എന്ത് ചെയ്യുക, നല്ല രീതിക്ക് പഠിച്ചു പോവുക. ഒന്നുകൂടി ഞാൻ സബ്ജക്റ്റിന് വെക്കേണ്ട സമയം പറഞ്ഞുതരാം. ഇംഗ്ലീഷിന് ഒരു മണിക്കൂർ കൊടുക്കുക, മാത്സിനും ഡെയിലി 1 മണിക്കൂർ കൊടുക്കുക, പൊളിറ്റി ഒരു 45 മിനിറ്റ്, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് ഈ 3 സബ്ജക്ട്സിനും എന്ത് ചെയ്യുക, ഒരു 45 മിനിറ്റ് വീതം കൊടുക്കുക. പിന്നെ GK ആൻഡ് ഡിഫൻസ് ഈ 2 സബ്ജക്ട്സ് പഠിക്കാനായിട്ട് ഒരു 45 മിനിറ്റ് കൊടുക്കുക. പിന്നെ സയൻസിന് വേണ്ടിയിട്ട് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഈ 3 സബ്ജക്ട്സിനും വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഒരു 1.5 മണിക്കൂർ മാറ്റി വെക്കുക. പിന്നെ ഡെയിലി റിവിഷൻ അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് നടത്താനായിട്ട് ഒരു 30 മിനിറ്റ് മാറ്റി വെക്കുക. ഡെയിലി റിവിഷൻ നടത്തിയാൽ മതി. ഇവിടെ നമ്മൾ മോക്ക് ടെസ്റ്റ് നടത്തേണ്ട കാര്യമില്ല. എവിടെ നടത്തിയാൽ മതി, സൺഡേ സാറ്റർഡേ ദിവസങ്ങളിൽ എന്ത് ചെയ്താൽ മതി, മോക്ക് ടെസ്റ്റ് നടത്തിയാൽ മതി. ഡെയിലി നമ്മൾ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നോട്ട്സ് വേണമെന്നുള്ളവരൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതിയാവും. ഓക്കെ, താങ്ക് യു.